എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നമസ്കാരം. കള്ളക്കർക്കിടകത്തിലെ നാട്ടുവൈദ്യങ്ങൾ എന്ന സീരീസിലെ ആദ്യ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടകക്കാലത്തെ നാട്ടുവൈദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും മലയാളികൾക്ക് ഏറ്റവും പരിചിതവുമായ ഒന്നാണ് ഔഷധക്കഞ്ഞി അഥവാ കർക്കിടകക്കഞ്ഞി. കനത്ത മഴ പെയ്യുന്ന ഈ സമയത്ത് പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തെയും ബാധിക്കാറുണ്ട്. അന്തരീക്ഷത്തിലെ തണുപ്പും ഈർപ്പവും കാരണം ദഹനപ്രക്രിയ മന്ദഗതിയിലാവുകയും രോഗപ്രതിരോധ ശേഷി കുറയുകയും ചെയ്യുന്ന സമയമാണിത്. ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ശരീരത്തിന് പെട്ടെന്ന് ദഹിക്കുന്നതും എന്നാൽ ഒട്ടനവധി ഔഷധങ്ങൾ അടങ്ങിയതുമായ ഒരു ആഹാരം ആവശ്യമാണ്. അതിനായി നമ്മുടെ പൂർവികർ വികസിപ്പിച്ചെടുത്തതാണ് കർക്കിടകക്കഞ്ഞി. ശരീരത്തിലെ വാതപിത്ത കഫ ദോഷങ്ങളെ സമനിലയിലാക്കാനും ദഹനാഗ്നിയെ ഉണർത്താനും വരാനിരിക്കുന്ന ഒരു വർഷത്തേക്ക് ശരീരത്തിന് ആവശ്യമായ ഊർജം സംഭരിക്കാനും ഈ ഔഷധക്കഞ്ഞി സഹായിക്കുന്നു. കേവലം ഒരു ഭക്ഷണം എന്നതിലുപരി ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ശുദ്ധീകരിക്കാനും പുതുക്കാനുമുള്ള ഒരു പ്രതിരോധ മരുന്നാണിത്. ഈ ഔഷധക്കഞ്ഞി വീട്ടിൽ തന്നെ ഒട്ടും ഗുണം നഷ്ടപ്പെടാതെ എങ്ങനെ ശരിയായ രീതിയിൽ തയ്യാറാക്കാം, എന്തൊക്കെ ചേരുവകളാണ് വേണ്ടത്, അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇത് വിശദമായി കാണാം. കാത്തിരിക്കുമല്ലോ.